യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. ക്രിസ്തുയേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. നാശമില്ലാ സ്വർഗവാസിയാം ദൈവം, നന്ദനനാം പരമേശ്വരനായ യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. ബദല് ജനിച്ചു നസ്രേതല വളർന്നു, യെരൂശലേം മരിച്ചു യേശുവിനെ യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. ദേവവചന പൊരുൾ ബോധമവാനം, ബാധക വൈരി നിപാതകനായവൻ യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിരച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനങ്ങൾ കാണുകയും കഴിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ നേർച്ചകളെ അവന്റെ സകല ജനങ്ങൾ കാണുകയും കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളെ പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ്, ദൈവമേ, പ്രത്യേകാൽ ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ, ഓരോ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ നന്മകളും അവിടെ തന്നെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പ്രത്യേക ഈ ഭവനത്തിലെ ദൈവപ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം എന്നോളം അവിടുന്ന് നന്മകൾ നൽകുകയും അനുഗ്രഹങ്ങൾ നൽകുകയും അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രത്യേക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവ കുടുംബജീവിതത്തിലുള്ള എല്ലാവിധ നന്മകളും അവിടെ തന്നെ പ്രദാനം ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, പ്രത്യേകാൽ ദൈവദാനമായി നൽകിയിരിക്കുന്ന പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനനം മുതൽ ദൈവം ഇതുവരെയും അവിടുത്തെ കൃപ പകർന്നുവല്ലോ. ദൈവമേ, പലവിധത്തിലുള്ള പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴെല്ലാം, ദൈവമേ, ശാരീരികമായ ബലഹീനങ്ങൾ അനുഭവിച്ചപ്പോഴെല്ലാം ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൂടിയിരിക്കുകയും അവിടെ നിന്ന് ബലപ്പെടുത്തുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ, ഈ നാളിൽ ദൈവം പൈതലിന് പൊന്നണിയുന്ന ഈ സാഹചര്യത്തിൽ ദൈവമേ, അവിടുത്തെ തിരുസാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ. ദൈവമേ, ബന്ധുക്കളായും ദൈവമേ, മറ്റ് ദൈവമേ, ചാർച്ചക്കാരായി ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ അംഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഓരോ വ്യക്തികളും പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമേ, പൈതലിന് വേണ്ടി കരുതുവാനും അവിടെ നൽകിയിരിക്കുന്ന ദാനങ്ങൾക്കായി കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവം ഈ ഭവനത്തിലെ മറ്റംഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ തിരുസാന്നിധ്യം നിറയ്ക്കുമാറാകണമേ. അതോടൊപ്പം തന്നെ അനിലെന്ന സഹോദരന്റെ ദൈവമേ, ഭവനത്തിലെ അംഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ദൈവമായ സന്തോഷത്താലും സമാധാനത്താലും അവിടെ നിന്നെ വഴി നിർത്തുവാനും യാചിക്കുന്നു. ഇത്രത്തോളം അവിടെ നിന്നെ വഴി നിർത്തി കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ അവിടെ നിന്നെ രൂപാന്തരപ്പെടുത്തുകയും ദൈവമേ, സകല നന്മകളാലും അവിടെ നിന്ന് നിറയ്ക്കുവാനും യാചിക്കുന്നു. ഇത്രത്തോളം അവിടെ നിന്നെ വഴി നിർത്തി കൃപയ്ക്കായി സ്തോത്രം. സമസ്തം പാദങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കണം സ്വർഗീയപിതാവേ. ആമേൻ. ഇനി ബാക്കിയുള്ള അങ്ങനെ കെട്ടണം അല്ലേ? സ്റ്റിക്കറിനൊക്കെ ഊരണം അല്ലേ? ഊരണ്ട. എല്ലാം കറക്റ്റായിട്ട്
ഒരു ഉറക്കം തെളിയുന്നില്ലേ? പകല ഉറക്കം. ശരി, ഇനി അത് നൂല് അല്ല, ഇവിടെ കിടത്തട്ടെ പറ്റപ്പള കയ്യിൽ വെച്ച് അപ്പൊ നൂലടിക്കും. ഉടുപ്പ് മാത്രം ഉടുപ്പ് സാധനം അല്ല ഒരുമിച്ചല്ല മിച്ചറിനൊക്കെ സാധനം താത്ത് വെച്ച്